ദേശീയ പരീക്ഷകളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ചോദ്യപേപ്പർ ചോർച്ചയിലും ക്രമക്കേടുകളിലും രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹം നടത്തിയ ചരിത്രപരമായ പോരാട്ടത്തിനൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചൊഴിഞ്ഞിരിക്കുകയാണ്. നീറ്റ് പരീക്ഷ അട്ടിമറിച്ചതിനെതിരെയും ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഭാവി വെച്ച് പന്താടിയ കേന്ദ്ര ഭരണകൂടത്തിന്റെ വീഴ്ചകൾക്കെതിരെയും ഉയർന്നു വന്ന ജനരോഷം ഒടുവിൽ ബി.ജെ.പി. സർക്കാരിനെ മുട്ടുകുത്തിച്ചു. ഡൽഹി ജന്തർ മന്ദറിൽ CJPയുടെ നേതൃത്വത്തിൽ നടന്ന 36 ദിവസം നീണ്ട അതിശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് രാജ്യത്തെ ഞെട്ടിച്ച ഈ രാഷ്ട്രീയ വിജയത്തിലേക്ക് വഴി തുറന്നത്. ഈ വൻ സംഭവ വികാസങ്ങൾക്ക് പിന്നാലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണി നേതാവ് രാഹുൽ ഗാന്ധി മുൻപ് നടത്തിയ പ്രവചനാത്മകമായ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ഏറ്റവും തരംഗമായി മാറുന്നത്. 2018 മാർച്ചിൽ രാജ്യത്ത് BJP ഭരണത്തിന് കീഴിൽ പരീക്ഷാ സമ്പ്രദായങ്ങൾ അട്ടിമറിക്കപ്പെടാൻ തുടങ്ങിയ ആദ്യഘട്ടത്തിൽ തന്നെ രാഹുൽ ഗാന്ധി വിഷയം ജനങ്ങൾക്ക് മുൻപിൽ കൃത്യമായി മുന്നറിയിപ്പ് കൊടുത്തു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും പ്രതീക്ഷകളെയും ഭാവിയുമാണ് തകർക്കുന്നതെന്നും കോൺഗ്രസ് അപ്പോഴും നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും സ്വയംഭരണ സ്ഥാപനങ്ങളെയും സംരക്ഷിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും എന്നാൽ RSSും BJPയും രാജ്യത്തെ സ്ഥാപനങ്ങളുടെ സുതാര്യതയും മൂല്യവും തകർക്കുമ്പോഴാണ് ഇത്തരം ദാരുണമായ ദുരന്തങ്ങൾ സംഭവിക്കുന്നതെന്നും എന്നെ വിശ്വസിക്കൂ, ഇതൊരു തുടക്കം മാത്രമാണ്, BJP തുടർന്നാൽ ഇനിയും ആവർത്തിക്കുമെന്നുമായിരുന്നു രാഹുലിന്റെ മുന്നറിയിപ്പ്. വർഷങ്ങൾക്കിപ്പുറം രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞ ഓരോ വാക്കും അക്ഷരം പ്രതി സത്യമായി പുലർന്നിരിക്കുന്നു എന്നതിന് തെളിവാണ് ഇന്നത്തെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്തെ ദയനീയ അവസ്ഥ. രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ BJP നടത്തുന്ന രാഷ്ട്രീയ ഇടപെടലുകളും RSS വൽക്കരണവും NDA പോലുള്ള പരീക്ഷാ ഏജൻസികളുടെ സുതാര്യത തകർത്തുവെന്ന് രാഹുൽ ഗാന്ധി തുടർച്ചയായി ചൂണ്ടിക്കാണിച്ചതാണ്. അധികാരത്തിന്റെ അഹങ്കാരത്തിൽ BJP നേതാക്കൾ അദ്ദേഹത്തിന്റെ വാക്കുകളെ അന്ന് പുച്ഛിച്ചു തള്ളിയെങ്കിലും ഒടുവിൽ രാജ്യത്തെ കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ തെരുവ് ആധാരമാക്കിക്കൊണ്ട് അതേ ദുരന്തം തന്നെ സംഭവിച്ചു. പാർലമെന്റിലും തെരുവിലും രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിച്ച രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾക്ക് ലഭിച്ച ചരിത്രപരമായ വിജയം കൂടിയാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ ഈ രാജി. സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഉറച്ച പിന്തുണ നൽകാനും അവരുടെ ആശങ്കകൾ കേൾക്കാനും രാഹുൽ ഗാന്ധി മുന്നിലുണ്ടായിരുന്നു. ഒരു ജനകീയ നേതാവ് എങ്ങനെയായിരിക്കണമെന്ന് തെളിയിക്കുന്ന രീതിയിലായിരുന്നു പ്രക്ഷോഭത്തിലുടനീളം അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി സമരം ചെയ്ത വിദ്യാർത്ഥികളുടെ ആവേശകരമായ വിജയമാണെങ്കിലും വിഷയം അവിടെ അവസാനിപ്പിക്കാൻ പ്രതിപക്ഷം തയ്യാറല്ല. വരാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ചോദ്യപേപ്പർ മാഫിയകളെ സംരക്ഷിക്കുന്ന BJP സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനും പരീക്ഷാ സമ്പ്രദായത്തിൽ സമഗ്രമായ അഴിച്ചുപണി കൊണ്ടുവരാൻ കേന്ദ്രത്തെ നിർബന്ധിതരാക്കാനും ഉറച്ച തീരുമാനത്തിലാണ് പ്രതിപക്ഷ കക്ഷികൾ. ദീർഘവീക്ഷണമുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് രാജ്യത്തിന്റെ തകർച്ച മുൻകൂട്ടി കാണാൻ കഴിയുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമായി രാഹുൽ ഗാന്ധിയുടെ ആ പഴയ ട്വീറ്റ് ഇന്ന് ഇന്ത്യയിലൊട്ടാകെ തരംഗമായി മാറിയിരിക്കുന്നു.